ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല ദിവസമായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും വീണ്ടും വരുന്ന നസ്രനായ യേശുവിൻ്റെ നിസ്തുല സ്നേഹത്തിലെ പ്രഭാത ജാഗരണത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനിക്കാനുള്ള വേദഭാഗം എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ക്രിസ്തീയ സ്വഭാവത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാകുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു: നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ഈ വചനങ്ങൾ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ക്രിസ്തീയ പൈതലാകുന്നു. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. നാം ആയിരുന്നത് അന്ധകാരത്തിലാകുന്നു, അവിടെ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നെല്ലാം നമുക്കറിയാം. നാം എല്ലാവരും ഇന്ന് ക്രിസ്തീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാകുന്നു. എന്നിരുന്നാലും ഈ ലോകത്തിൽ വസിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ ചില വൈകല്യങ്ങൾ, വൈകൃതങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം മനുഷ്യരിൽ അടിഞ്ഞുകൂടുന്നുണ്ട്. ഇവയെ പരിപൂർണമായി ദൂരീകരിക്കണമെങ്കിൽ നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. നാം പ്രാർത്ഥിക്കുന്നത്, നാം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തിരിച്ചു മറുപടി പറയുന്നു. അത് കേൾക്കുവാനുള്ളതായ സന്നദ്ധ കൂടെ നാം കാണിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കുവാനും തിരുത്തുവാനും കഴിയുകയുള്ളൂ. എങ്ങനെയാകുന്നു ദൈവം നമ്മോട് സംസാരിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ തെറ്റായ പ്രചരണങ്ങൾ, പഠിപ്പിക്കൽ, പ്രസംഗം കേൾക്കുന്നുണ്ട്. ദൈവം നേരിട്ടൊന്ന് സംസാരിച്ചു എന്ന് അങ്ങനെയല്ല. ഒരു ക്രിസ്തീയ പൈതൽ പ്രത്യേകിച്ചും പുസ്തകത്തിലൂടെയാണ്. അപ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു. ദൈവം പറയുന്നത് നാം കേൾക്കുവാൻ ദൈവത്തിന്റെ വചനം നാം വായിക്കണം. ദിവസവും ദൈവവചനങ്ങൾ ആഴത്തിൽ പഠിക്കുന്നത് നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റുവാൻ അത് ഉതകുന്നതായിരിക്കും. നമ്മുടെ സ്വഭാവങ്ങൾ ദൈവികമാകുന്നുവോ അല്ലെങ്കിൽ നീതിയുക്തമാകുന്നുവോ, ദൈവഹിതത്തിന് ഒത്തവണ്ണമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുവാനുള്ളതായ മാനദണ്ഡം എന്ന് പറയപ്പെടുന്നത് തിരുവചനം തന്നെയാണ്. തിരുവചനം പഠിക്കാതെ, കേൾക്കാതെ, അനുസരിക്കാതെ ഇരിക്കുന്ന വ്യക്തി, തിരുവചനം പറയപ്പെടുന്നത് ഒരു വ്യക്തി തൻ്റെ മുഖം സ്വാഭാവിക കണ്ണാടിയിൽ കാണുന്ന പോലെ ആയിരിക്കും. നാം ദൈവത്തിൻ്റെതായ സന്നിലായിരിക്കുമ്പോൾ ദൈവികമായ ചിന്തകൾ, ആലോചനകൾ നമ്മളിൽ നിറയപ്പെടണം. നാം കേൾക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ പതിയുകയും അത് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അതായിരിക്കും നാം പ്രവർത്തിക്കുന്നത്. അങ്ങനെ ദൈവിക സ്വഭാവമുള്ള മക്കളായി തീരുവാൻ നമുക്ക് കഴിയും. തിരുത്തപ്പെടുവാൻ തയ്യാറാകണം. ഒരു ക്രിസ്തീയ പൈതൽ തിരുത്തപ്പെടണം. ആര് പറയുന്നു എന്നല്ല, എന്തു പറയുന്നു, എങ്ങനെ പറയുന്നു, എന്തിൽ നിന്നും പറയുന്നു എന്ന് നാം ആലോചിക്കണം. ഒരു ക്രിസ്തീയ പൈതലിനെ തിരുത്തപ്പെടുവാൻ ദൈവം കാലാകാലങ്ങളിൽ പുരോഹിതന്മാരായും സഹപ്രവർത്തകരായും സ്നേഹിതരായും സഹവിശ്വാസികളായിട്ടെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മളെത്തിക്കുന്നു. എവിടെ നിന്നും? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മെ തിരുത്തപ്പെടുമ്പോൾ നാം തിരുത്തപ്പെടുവാൻ തയ്യാറാകണം. നാം അതിന് സംയമനം പാലിക്കണം. ആ താഴ്മയുടെ അനുഭവം നമ്മൾ ഉണ്ടാവണം. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും തിരുത്തപ്പെടുവാനും. അങ്ങനെ നാം തിരുത്തപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ദൈവിക സ്വഭാവത്തിൽ വളരുവാനോ കർത്താവിനോട് പറ്റിച്ചേരുവാനോ കഴിയുകയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രഖ്യാപിത ജനം അവിടെ സ്വന്തം ആത്മസംതൃപ്തിക്ക് അല്ലെങ്കിൽ ആത്മസന്തോഷത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കേയില്ല. അവർ തങ്ങളിൽ കർത്താവ് വസിക്കണമെന്ന് ആഗ്രഹിച്ചു കർത്താവിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾക്കൊപ്പമുള്ളതായ സഹജീവികളെ ചേർത്തണച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവരായിരിക്കും ആ കർത്താവിൻ്റെ മക്കൾ, എന്നാൽ ദൈവം തിരഞ്ഞെടുത്തതായ ജനം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അഹംഭാവം, നിഗളം, ദുഷ്ചിന്തകൾ, ദുഷ്പ്രവണതകൾ, ജഡമോഹങ്ങൾ എല്ലാം ഉപേക്ഷിക്കുവാൻ സന്നദ്ധതയുള്ളതായ മക്കളായിരിക്കും ദൈവം തിരഞ്ഞെടുത്തതായ വ്യക്തികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കേണ്ടതിന് ക്രിസ്തുവുമായി നമുക്ക് ജീവിതത്തമായ ഒരു ബന്ധം വേണ്ടതുണ്ട്. കർത്താവ് ജീവിക്കുന്നു, ജീവദാതാവാണ്, ജീവന്റെ ഉറവിടമാണ്. ആ കർത്താവിനോട് പറ്റിച്ചേരുക, ആ സാക്ഷാൽ മുന്തിരിയുടേതായ ഫലമുള്ളതായ ശിഖരങ്ങളായിരിക്കണമെങ്കിൽ അതോട് പറ്റിച്ചേരേണ്ടിയിരിക്കുന്നുണ്ട്. ക്രിസ്തുവാണ് ആത്മാവിൻ്റെ ജീവൻ. നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും ആയിരിക്കണം. അല്ലെങ്കിൽ നാം പോഷണം ഇല്ലാത്ത ജീവവാഹി ശിഖരങ്ങളായിത്തീരും. നമുക്ക് ചിന്തിക്കാം, നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഒരു ജീവസുറ്റതായ ആത്മീയ ഫലം നൽകുന്നതായ ഒരു വ്യക്തിയായി സൃഷ്ടകാലം ജീവിക്കണമോ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെ ജീവനില്ലാത്ത
പോഷണമില്ലാത്തതായ ഒരു ജീവവാഹി ശാഖയായി തീരണമോ എന്ന് ചിന്തിക്കാം. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ അസുലഭ നിമിഷമാണ്. നാം നശിച്ചുപോകാതെ, ജീവിച്ചിരിക്കലും ചത്തതുപോലെ ആകാതെ, ആത്മീയ ജീവനുള്ളതായ, ആത്മീയമായി ഉണർന്നതായ, ആത്മീയ ചൈതന്യമുള്ളതായ മക്കളായി, കർത്താവിനെ ഉയർത്തി കാണിക്കുന്നതായ മക്കളായി ജീവിക്കേണ്ടതിന്, ആ ജീവനായിരിക്കുന്നതായ കർത്താവ് പറ്റിച്ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ദൈവം നിങ്ങൾ അതിനായി തൻ്റെ ആത്മാവിനാൽ ശക്തീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നിമിഷം കണ്ണടയ്ക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല ദിവസത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങനെയുള്ള വിശ്വാസം, അങ്ങനെയുള്ള പ്രത്യാശയ്ക്ക് ഭംഗമില്ലാതെ അവിടുത്തേതായ ആ ജീവനും ചൈതന്യവും ഏറ്റെടുത്തുകൊണ്ട് ലോകത്ത് ആത്മീയമായി ജീവസുറ്റതായ സാക്ഷ്യമുള്ളതായ മക്കളെ ജീവിക്കുവാൻ അവിടുത്തെ മക്കളെ ശക്തീകരിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. 2025 ഞങ്ങൾ വിട്ട് കടന്നു പോകുമ്പോൾ വലിയൊരു സാക്ഷ്യത്തിനുടമയായിരിക്കുവാൻ ഓരോ വ്യക്തികളിലും മേലും അവിടുത്തെ ആത്മാവിനെ പകരുമാറാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.